ഒരു ബൗളറെ സംബന്ധിച്ച് ഏറ്റവും സങ്കടകരമായ അവസ്ഥ എന്താണ്? പരിക്കേറ്റ് പുറത്തിരിക്കേണ്ടി വരുന്നതാണോ അതോ മൈതാനത്ത് കൂടുതൽ റൺസ് കൺസീഡ് ചെയ്യുന്നതാണോ? രണ്ടുമല്ല. അത് മറിച്ച് നിങ്ങളെ ഇനി ആവശ്യമില്ലെന്ന നിശബ്ദ സന്ദേശം സെലക്ടർമാരിൽ നിന്നും ടീം മാനേജ്മെൻറ്റിൽ നിന്നും കേൾക്കേണ്ടി വരുന്നതാണ്. മുഹമ്മദ് ഷമി, ഭുവനേശ്വർ കുമാർ, ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ വിജയഗാഥകളിൽ ചേർക്കപ്പെട്ട രണ്ടു പേരുകൾ. കരിയറിൻ്റെ സായാഹ്നത്തിലും പീക്ക് ഫോമിലാണ് ഇരുവരും പന്തെറിയുന്നത്. പോയ IPL-ൽ 28 വിക്കറ്റുകളുമായി RCBയുടെ കിരീടധാരണത്തിൽ നിർണായക റോളാണ് ഭുവി പുറത്തെടുത്തതെങ്കിൽ പരിക്കുമാറിയെത്തിയ ഷമി ആഭ്യന്തര ക്രിക്കറ്റിൽ ബീസ്റ്റ് മോഡിലാണ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഓരോ പരമ്പരയ്ക്ക് മുമ്പും ടീം പ്രഖ്യാപനം വരുമ്പോൾ ഇരുവരെയും മാറ്റി നിർത്തപ്പെടുന്നു. ഡൊമസ്റ്റിക്കിൽ തിളങ്ങുമ്പോഴും പ്രായവും ഫിറ്റ്നസും മാനദണ്ഡമാക്കി നിരന്തരമായി അവരെ മാറ്റി നിർത്തുന്നു. 2020 ഏകദിന ലോകകപ്പ് മുൻനിർത്തി ഒരുങ്ങുന്ന ഇന്ത്യൻ ടീമിൽ ഈ താരങ്ങൾക്ക് അവസരമുണ്ടോ? ഇവരോട് സെലക്ഷൻ കമ്മിറ്റി അനീതി ചെയ്തോ? പരിശോധിക്കാം. മുഹമ്മദ് ഷമി. ഇന്ത്യൻ ടീമിൻ്റെ അടുത്ത കാലത്തെ ടീം സെലക്ഷനിലെല്ലാം ആ പേരെങ്ങനെ ഉയർന്നു കേൾക്കാറുണ്ട്. എന്നാൽ കാര്യത്തോടടുക്കുമ്പോൾ ഷമി ആ ലിസ്റ്റിലുണ്ടാകില്ല. ഇന്ത്യ ഏറ്റവും അവസാനം കളിച്ച ഇംഗ്ലണ്ട് പരമ്പരയിൽ നമ്മൾ കണ്ടതും ഷമിയെപ്പോലൊരു എക്സ്പീരിയൻസ് പേസറുടെ അഭാവമായിരുന്നു. ഫിറ്റ്നസ് വീണ്ടെടുക്കാനാകാത്തതിനാൽ ശ്രീലങ്കയ്ക്കെതിരായ 2 മത്സര ടെസ്റ്റ് പരമ്പരയിൽ നിന്ന് ജസ്പ്രീത് ബുംറയെ മാറ്റി നിർത്തുന്നു. പകരം ഷമിയെ തിരിച്ചു വിളിക്കുമെന്നാണ് എല്ലാവരും കരുതിയത്. സമീപകാലത്തായി ആഭ്യന്തര ക്രിക്കറ്റിൽ നടത്തിയ പെർഫോമൻസും സീനിയർ എന്ന പരിഗണനയും സെലക്ഷൻ മാനദണ്ഡമാകുമെന്നും പ്രതീക്ഷിക്കപ്പെട്ടു. എന്നാൽ കശ്മീരി പേസർ ആക്കിബ് നബിയെയാണ് സെലക്ഷൻ കമ്മിറ്റി പ്രഖ്യാപിച്ചത്. ഷമിക്കൊപ്പം തന്നെ പരിഗണിക്കപ്പെടേണ്ട താരമാണ് ആക്കിബ് നബി എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം പോയ ആഭ്യന്തര ക്രിക്കറ്റിലെ പ്രകടനമാണ് അദ്ദേഹത്തെ സെലക്ഷൻ കമ്മിറ്റിയുടെ റഡാറിലെത്തിച്ചത്. 2025-26 സീസണിൽ മാത്രം 60 വിക്കറ്റുകളാണ് ആക്കിബ് പോക്കറ്റിലാക്കിയത്. അതും 12.56 എന്ന ബൗളിംഗ് ആവറേജിൽ. പോയ 2 സീസണുകളിൽ പരിശോധിച്ചാൽ വിക്കറ്റ് നേട്ടം 104ലേക്ക് ഉയരും. അടുത്തിടെ നടന്ന ഇന്ത്യയുടെ ശ്രീലങ്കൻ പര്യടനത്തിലും 6 വിക്കറ്റുകളുമായി ആക്കിബ് ശ്രദ്ധേയ പെർഫോമൻസ് നടത്തി. ശ്രീലങ്കൻ സാഹചര്യങ്ങൾ അറിയാവുന്ന ബൗളർ എന്നതും ടെസ്റ്റ് ടീമിലേക്കുള്ള പരിഗണനയ്ക്ക് കാരണമായിട്ടുണ്ടാകാം. ഡൊമസ്റ്റിക്കിൽ സ്ഥിരതയോടെ പന്തെറിയുന്ന 29-കാരനെ ടീമിലേക്ക് വിളിക്കുക എന്നത് നീതീകരിക്കാവുന്ന തീരുമാനം തന്നെയാണ്. പക്ഷേ അപ്പോഴും എക്സ്പീരിയൻസ് ആയ ഷമിയെ മാറ്റി നിർത്തേണ്ടത് എന്തിനെന്ന ചോദ്യവും അവിടെ പ്രസക്തമായി നിൽക്കുന്നു. ബുംറ മാറിയതോടെ മുഹമ്മദ് സിറാജ്, പ്രസിദ്ധ് കൃഷ്ണ, ഗുർനൂൽ ബ്രാൻ എന്നിവരാണ് നിലവിൽ ശ്രീലങ്കൻ പര്യടന സ്ക്വാഡിലുള്ള പേസർമാർ. ഇതിൽ സിറാജിന് മാത്രമാണ് ടെസ്റ്റിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളത്. ലങ്കയിലെ പിച്ചുകളിൽ സ്പിന്നർമാരെ പോലെ തന്നെ ഫാസ്റ്റ് ബോളർമാർക്കും പ്രധാന റോളാണുള്ളത്. ആദ്യ ടെസ്റ്റിന് വേദിയാകുന്ന ഗാലെ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ പേസിന് പിന്തുണ ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ന്യൂ ബോളിൽ പന്ത് സ്വിംഗ് ചെയ്യിക്കാനും പഴയ പന്തിൽ റിവേഴ്സ് സ്വിംഗ് കണ്ടെത്താനും ഷമിയേക്കാൾ മികച്ചൊരു താരം നിലവിൽ ഇന്ത്യൻ ക്രിക്കറ്റിൽ വേറെ ഇല്ല എന്നതാണ് സത്യം. അതേസമയം ഷമിയുടെ തിരിച്ചുവരവിന് തടസ്സമായി സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അജിത് തകാർക്കർ ഉന്നയിക്കുന്ന കാരണങ്ങളിലൊന്ന് ഫിറ്റ്നസ് തന്നെയാണ്. പക്ഷേ പോയ സീസണിൽ ബംഗാളിനായി എല്ലാ ഫോർമാറ്റിലും ഇന്ത്യൻ താരം പന്തെറിഞ്ഞ കാര്യം അവർ സൗകര്യപൂർവ്വം മറക്കുന്നു. 7 രഞ്ജി മത്സരങ്ങളിൽ നിന്നായി 1383 പന്തുകൾ എറിഞ്ഞ ഷമി 37 വിക്കറ്റുകൾ എറിഞ്ഞിട്ടത്. ഫിറ്റ്നസ് പ്രശ്നങ്ങൾ ആവർത്തിക്കുമ്പോഴും ഷമി പോയ സീസണിൽ മാത്രം എറിഞ്ഞത് 230 ഓവറുകളാണ്. 90 റൺസ് വിട്ടുകൊടുത്ത് 8 വിക്കറ്റും സ്വന്തമാക്കി. അയാളുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ഫസ്റ്റ് ക്ലാസ് പെർഫോമൻസുകളിലൊന്ന്. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിലും വിജയ് ഹസാരയിലുമെല്ലാം മിന്നും ഫോം നിലനിർത്താനും 35-കാരനായി. വിജയകരമായ ആഭ്യന്തര സീസണിന് ശേഷം IPL-ലും ഭേദപ്പെട്ട പെർഫോമൻസാണ് ഷമിയിൽ നിന്നുണ്ടായത്. ലക്നൗ സൂപ്പർ ജയൻസിനായി സ്വന്തമാക്കിയത് 12 വിക്കറ്റുകൾ. ഇന്ത്യൻ ടീമിൻ്റെ ഫ്യൂച്ചർ മുൻനിർത്തി സീനിയർ താരങ്ങളെ മാറ്റി നിർത്താൻ സെലക്ഷൻ കമ്മിറ്റിക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതൊരിക്കലും വിമർശന വിധേയമാകാറുമില്ല. അപ്പോഴും 22 ആഭ്യന്തര മത്സരവും 260-ലധികം ഫസ്റ്റ് ക്ലാസ് ഓവറുകളും പൂർത്തിയാക്കിയ താരത്തെ ഫിറ്റ്നസ് പറഞ്ഞ് അവഗണിക്കുമ്പോൾ അതൊരു തെറ്റായ സന്ദേശമല്ലേ നൽകുന്നത്? 2025 മാർച്ചിൽ ന്യൂസിലാൻഡിനെതിരെയാണ് ഷമി അവസാനമായി ഒരു രാജ്യാന്തര മത്സരത്തിൽ ഇറങ്ങിയത്. ഹർഷിത് റാണയെ പോലെയുള്ള താരങ്ങൾ പരിക്ക് മാറിയെത്തുമ്പോൾ ഡൊമസ്റ്റിക് പോലും കളിക്കാതെ ദേശീയ ടീമിലേക്ക് നേരിട്ട് റിക്രൂട്ട് ചെയ്യുന്നതും വിമർശനമായി വരുന്നുണ്ട്. ദേശീയ ടീമിലേക്ക് പരിഗണിക്കാത്തതിൽ പരോക്ഷ നീരസവുമായി ഇന്ത്യൻ പേസർ ഭുവനേശ്വർ കുമാറും രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്ത്യൻ ടീമിന് പുറത്തുള്ള തൻ്റെ ജീവിതവുമായി താൻ പൊരുത്തപ്പെട്ട് കഴിഞ്ഞെന്നായിരുന്നു ഭുവിയുടെ പ്രതികരണം. താനിപ്പോൾ സമാധാനമുള്ള ജീവിതമാണ് നയിക്കുന്നതെന്നും ക്രിക്കറ്റിനോടുള്ള അടങ്ങാത്ത പാഷൻ കാരണമാണ് കളിക്കുന്നതെന്നുമായിരുന്നു RCB പോഡ്കാസ്റ്റ് ഷോയിൽ ഭുവനേശ്വറിൻ്റെ പ്രതികരണം. കഴിഞ്ഞ IPL-ൽ 16 മത്സരങ്ങളിൽ നിന്ന് 28 വിക്കറ്റുകളാണ് ഭുവി വീഴ്ത്തിയത്. വർത്തമാന ക്രിക്കറ്റിലെ പേരുകേട്ട T20 പേസർമാരിൽ പലരും നിരാശപ്പെടുത്തിയപ്പോഴായിരുന്നു വെറ്ററൻ പേസർ വീണ്ടും തൻ്റെ ക്ലാസ് തെളിയിച്ചത്. IPL-ലെ ഫോം കണക്കിലെടുത്ത് താരത്തെ നീലക്കുപ്പായത്തിലേക്ക് പരിഗണിക്കണമെന്ന് മുൻ താരങ്ങളടക്കം ഒരേ സ്വരത്തിൽ ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു. എന്നാൽ സീനിയർ പേസറെ വീണ്ടും തിരികെ വിളിക്കാൻ സെലക്ഷൻ കമ്മിറ്റി തയ്യാറായില്ല. ഹർഷദീപ് സിംഗ്, മുഹമ്മദ് സിറാജ്, ഹർഷിത് റാണ എന്നിവരുടെയെല്ലാം സാന്നിധ്യവും ഭുവിയുടെ വാതിലുകൾ അടച്ചു. 2022 നവംബറിൽ ന്യൂസിലൻഡിനെതിരെയാണ് ഭുവി അവസാനമായി ഇന്ത്യക്കായി കളിച്ചത്.
ഏറ്റവും ഒടുവിൽ നടന്ന ഏകദിനത്തിൽ ഇന്ത്യക്കെതിരെ 387 റൺസാണ് ഇംഗ്ലണ്ട് പടുത്തുയർത്തിയത്. ഹർഷദീപും പ്രസിദ്ധ് കൃഷ്ണയും പ്രിൻസ് യാദവും ഗുർണൽ ബ്രാണും അടങ്ങിയ ഇന്ത്യൻ പേസ് നിര ഇംഗ്ലീഷ് ബാറ്റർമാർക്കെതിരെ നിരായുധരാകുന്ന ദയനീയ ചിത്രം. ഈ പരമ്പരയിലുടനീളം ഇന്ത്യൻ പേസ് നിരയിൽ എക്സ്പീരിയൻസ് ഉള്ളവരുടെ അഭാവം പ്രകടമായിരുന്നു. 2011 ശേഷം ഏകദിന കിരീടം ലക്ഷ്യമിടുന്ന ഇന്ത്യൻ നിരയിൽ ചില മാറ്റുപൊളിയനുകൾ ആവശ്യമാണെന്ന് വ്യക്തമാക്കുന്ന പരമ്പര കൂടിയായിരുന്നു അത്. ടീം ട്രാൻസിഷൻ വേഗത്തിലാക്കാനാണ് ഗംഭീർ അഗർക്കർ കോംബോ ആഗ്രഹിക്കുന്നത്. എന്നാൽ അതൊരിക്കലും അടിച്ചേൽപ്പിക്കലാകരുത്. ദേശീയ ടീമിലേക്കുള്ള മടങ്ങിവരവിൻ്റെ മാനദണ്ഡം ആഭ്യന്തര ക്രിക്കറ്റാണെന്ന് ഇരുവരും നേരത്തെ പറഞ്ഞതാണ്. എന്നാൽ ആഭ്യന്തര ക്രിക്കറ്റിൽ നന്നായി കളിച്ചവരെ പരിഗണിക്കാതെ വരുമ്പോൾ അതൊരു നീതി നിഷേധമാണ്. ദേശീയ ടീമിലേക്ക് ഇനിയൊരു അവസരം ലഭിക്കാതെ ഷമിയുടെയും ഭുവിയുടെയും കരിയർ അവസാനിക്കുമോ?